ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ മടി തോന്നുന്ന ഒരു ദിവസം നമുക്ക് കറി ഉണ്ടാക്കണം, ചപ്പാത്തി ഉണ്ടാക്കണം, നമുക്കൊട്ടും സമയമില്ല. നമുക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാനായിട്ട് ഉണ്ടാക്കുക വേണ്ടോയെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി. പലരും ഉണ്ടാക്കുന്നതായിരിക്കാം, ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നു. അപ്പോൾ ഇത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. വീട്ടിൽ നമ്മൾ പൊടിപ്പിക്കുന്ന ഗോതമ്പ് പൊടിയാണ്, കഴുകി ഉണക്കി പൊടിപ്പിക്കുന്നത്. അതിലേക്ക് നമുക്ക് ചേർക്കാനായിട്ട് ചുവന്നുള്ളിയും ജീരകം ഇതൊന്ന് ചതച്ചെടുക്കട്ടെ. അത് നമുക്ക് ഉള്ളിയും ജീരകം ചതച്ചത് നമുക്ക് ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കല്ലുപ്പ് പൊടിച്ചതാണ്, അതിട്ട് കൊടുത്തു. ശർക്കര നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അധികം ഒഴിക്കണ്ട, കുറച്ച് ഒരു സ്മെല്ലിന് വേണ്ടി മാത്രം. തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. എനിക്ക് വെള്ളം നന്നായി തിളക്കിയിട്ട് അതിന് മുന്നേ ഇതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ ലൈറ്റായിട്ട് മധുരം വേണ്ട, മധുരം കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ലൈറ്റ് മധുരം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഒരു സ്പൂൺ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കര നീരോ ചേർത്താലും ഒരു വേറെ ടേസ്റ്റ് ഉണ്ടാവും. നമ്മളിപ്പോൾ മധുരം ചേർക്കണില്ല. ചൂടുവെള്ളം ഒഴിച്ചു. ഇത് പ്ലാസ്റ്റിക് പാത്രമല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇതിൽ ചൂടുവെള്ളം ഒഴിക്കുന്നത്. ഇത് അങ്ങനത്തെ പ്ലാസ്റ്റിക് അല്ല, മറ്റേ മൈക്രോവേവിൽ വയ്ക്കണ പാത്രമാണ്. അതിലേക്ക് നമുക്ക് ചൂടുവെള്ളം തിളച്ച വെള്ളമൊക്കെ ഒഴിക്കാം, കുഴപ്പമില്ല. ഇനി നമുക്കിത് ഒന്ന് ചൂടാറിക്കോട്ടെ. ചൂടാറുമ്പോൾ നമുക്ക് കുഴച്ചെടുത്തിട്ട് ചുട്ടെടുക്കാം. അത്രേ ഉള്ളൂ. ഇപ്പം എത്ര എളുപ്പം കഴിഞ്ഞു പരിപാടി. ചുട്ടെടുക്കാം. മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയും നാളികേരമൊക്കെ ചേർത്ത് മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് നമുക്ക് എണ്ണയുള്ള തുണി കൊണ്ടൊന്ന് തുടച്ച് കൊടുക്കാം. ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ തുടയ്ക്കില്ലോ, അതുപോലെ സിമ്മിൽ വയ്ക്കാം. നമുക്കിത് ഇതിലേക്ക് വെച്ച് നിരത്തി കൊടുക്കാം. കൈ ഒന്ന് പതുക്കനെ നനച്ച് കൊടുക്കാം. ഇനി ഒരു വശം മൊരിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. അത്രയുള്ള പരിപാടി. നമ്മുടെ പത്തിരി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. തിളച്ച വെള്ളത്തിൽ കുഴക്കുന്ന കാരണം അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. മൊരിച്ചെടുക്കാം, പക്ഷേ ഉൾഭാഗമൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതൊന്ന് മുരിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ രാത്രിയിലത്തെ ഫുഡ് സെറ്റായി. രണ്ടെണ്ണം ഉണ്ടാക്കി. രണ്ടെണ്ണം അധികം ശരിക്കും പറഞ്ഞു. നോക്കിയിട്ട് കഴിക്കാം ആവശ്യമുള്ളത്. അങ്ങനെ നമ്മുടെ സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള രാത്രി ഫുഡാണിത്. ഗോതമ്പ് പത്തിരിയും ഒരു മുട്ട ഓംലെറ്റും.